നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ല കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാനായിട്ട് കാത്തിരുന്ന ആ ഒരു കഥ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഗീതയെ അവിടുന്ന് അടിച്ചിറക്കണമെന്ന്, ആ വീട്ടിൽ നിന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചാണ് വിനീതും ഗംഗയും സുജാത എല്ലാരും കൂടെ ചേർന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ വിനീതിനെ വിളിച്ചു വരുത്തുക ചെയ്ത സുജാത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാൻ തുടങ്ങിയെന്നൊക്കെ സുജാത വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഗീതയ്ക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവില് ഗീതയും ദാസും പൊന്നുവിനും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണ്ട് പുറത്തേക്ക് വരുവാണ്. ആ സമയം സുജാത പത്രമൊക്കെ വായിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇരിക്കുവാണ്. അങ്ങനെ സുജാതയുടെ അടുത്തേക്ക് വന്നിട്ട് ഗീത പറഞ്ഞു, എന്നാലും അമ്മേ, വിനീത് ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. കണ്ടില്ലേ, ദാസേണ്ട കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല. എന്തൊരു പിടുത്തം അവൻ പിടിച്ചേ. ഒരു നിമിഷം ഒന്ന് കണ്ണു തെറ്റിപ്പോയായിരുന്നേ ദാസേണ്ണെ അവൻ കൊല്ലില്ലായിരുന്നോ? അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, എടി മോളെ, അതിന് നമ്മൾ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടാണോ? ഈ പറയുന്ന ഇവൻ തന്നെയല്ലേ അവന് മദ്യം ഒഴിച്ചു കൊടുത്തത് വിനീതിന്. നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവ് മദ്യം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വബോധമില്ലാതെ പോലെ പെരുമാറും. കഴിഞ്ഞ ദിവസം തന്നെ ഇവൻ എന്നെ വെട്ടാൻ വന്നു, മദ്യം കുടിച്ചിട്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ തന്നെ വിനീതും മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോ അവന് സ്വബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കും ഇവന്റെ കഴുത്തിന് കയറി പിടിച്ച. നീ അത്ര കാര്യമായിട്ട് എടുക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. പിന്നെ അമ്മയ്ക്ക് ഇത് പറയാം, എനിക്ക് എന്റെ ദാസിയന്റെ ജീവനാ വലുത്. എന്റെ മോളെ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? നിനക്ക് ഷെയർ വേണ്ടേ? നീ ഇതെങ്ങോട്ട് പോവാ? അമ്മ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജീവൻ പോലും ബാക്കി കിട്ടത്തില്ല. എടി, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഷെയർ കിട്ടത്തില്ലല്ലോ. ഷെയർ അത് പിന്നത്തെ കാര്യമല്ലേ, ജീവൻ കിട്ടിയിട്ടല്ലേ ഷെയർ കിട്ടുന്നേ. അല്ലമ്മേ, അവനും അവൾ ഇവിടുന്ന് പോകുമോ? പോകുന്ന ലക്ഷണം കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് വിനീത് കുടിയനാണെന്ന് തോന്നേ. ഇന്നും മിക്കവാറും അവൻ മദ്യപിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഗംഗയാണ് അവനെ ചീത്തയാക്കിയെന്നാ തോന്നേ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും കുടിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ബാക്കി കലാപ്രകടനങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ദാസ് ഒന്ന് ഞെട്ടി. ദാസ് പതുക്കെ ഗീതയോട് പറഞ്ഞു, ഗീത നമുക്ക് പോയേക്കാം, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗീത പറഞ്ഞു, എല്ലാത്തിനും അമ്മ വളം വെച്ച് കൊടുക്കുന്നോണ്ടാ. അമ്മ അതിനെല്ലാത്തിനും കാരണക്കാരി. അമ്മയ്ക്ക് പറയാൻ വരായിരുന്ന രണ്ടിനോടും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൻ. എടി, അതെങ്ങനെയും ഞാൻ പറയണത്. എങ്ങനെയെങ്കിലും അവരെ ഇവിടെ പിടിച്ച് മയക്കിയിട്ട് നീക്ക് സ്വത്ത് മേടിക്കാന്ന് കരുതിയിട്ടല്ല ഞാനിരുന്നേ. അതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ വിചാരിച്ചോ? അത് കേട്ടപ്പോ ഗീത പറഞ്ഞു, ഇനി കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാ. ഞങ്ങൾ എന്താണല്ലോ ഇറങ്ങിയേക്കുക, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഞാനിപ്പോ എന്ത് പറയാനായിട്ടാ? നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പോകാനാ താല്പര്യമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ചു നിർത്തുമെന്ന് കരുതി, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കാരണം ഗംഗയും വിനീതിനെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണ്, ഇവിടെ നിൽക്കാലോ. പക്ഷെ അമ്മ പറഞ്ഞു വിടുന്നില്ല എന്നുള്ള കാര്യം ഗീതയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഗീത പറഞ്ഞു, ശരി എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക, വാ പൊന്നു ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൊന്നു ഓടി സുജാതയുടെ അടുത്തേക്ക് നിന്നു. അച്ഛമ്മയെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക. ഞാൻ പോകത്തില്ല അച്ഛമ്മ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. ഗീത പറഞ്ഞു, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്താണ് ഗംഗ അവിടേക്ക് വരുന്നത്. ഗംഗ നോക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ. നിന്നോട് എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. അപ്പോഴേക്കും സുജാത ഗീതയോട് പറഞ്ഞു, ഇതേ മോളെ വെറുതെ കരയിപ്പിക്കരുത്, അവളെ സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. അവൾക്ക് നേരം വേണം ആഹാരമൊക്കെ കൊടുക്കണം. ഇവിടുന്ന് പോയാലും ഗീത അവളുടെ കാര്യങ്ങളൊന്നും നേരം വേണം നോക്കില്ലാന്ന് സുജാതയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും ഗീത പറഞ്ഞു, അതെ, എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിയാളാം. അമ്മയുടെ കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. എന്റെ മോളല്ലേ, എനിക്കറിയാം. ഇങ്ങോട്ടേക്ക് വാടിയെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ച് വലിക്കുവാണ്. കൊച്ചു വല്ലുവായി കിടന്ന് കരയുവാണ്. അങ്ങനെ അവര് പോയി കാറിലേക്ക് കയറി. കഴുത്ത് പോലും അനക്കാൻ പറ്റാതെ ദാസം കൂടെ പോയി കയറുവാണ്. സുജാത ഉള്ളി ചിരിച്ചു. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ഇറങ്ങി വന്നു. വിനീത് വന്നു കഴിഞ്ഞപ്പോൾ സുജാത പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഞാൻ ചെയ്ത തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടിയത് മോനെ. അന്ന് നിന്നെ ഇവിടുന്ന് പടിയടിച്ച് പിണ്ടം വെക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും ഗംഗയും തമ്മിലുള്ള വിവാഹം, അന്ന് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേ. നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിട്ട് നിന്നെ മുറി വരെ ഞാൻ പൂട്ടിയിട്ടു. ഗംഗയെ ഞാൻ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന് പോലും അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്റെ മോളുടെയും മരുമോന്റെയും ചതി മനസ്സിലാക്കാനായിട്ട് ഞാൻ വൈകിപ്പോയി. ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, പോട്ടെ അമ്മേ, സാരമില്ല. എന്താണെങ്കിലും പോയല്ലോ, അളിയനും ചേച്ചിയും പോയല്ലോ, ഇനിയിപ്പോ ഒന്നും വരത്തില്ലല്ലോ. എന്നാലും മോനെ എനിക്ക് പേടിയുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയോ? അങ്ങനെ പേടിയോട് കൂടിയിട്ടാ നിന്നെ വിളിച്ചേ.
ഒരു രാത്രി മൊത്തം ഞാൻ പറമ്പിൽ കഴിഞ്ഞു കൂട്ടി. ഇന്ന് രാവിലെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒടുവിലാ നിന്നെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ്. വിനീത് പറഞ്ഞു, അമ്മ ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്ര ദുഷ്ടയാന്ന് ഞാൻ വിചാരിച്ചില്ല. സുജാത പറഞ്ഞു, സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനായിരുന്നു അവളുടെ മോഹം. ആ സമയം വിനീത് പറഞ്ഞു, എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ടമ്മേ, എനിക്ക് എന്റെ അമ്മയെ മാത്രം കിട്ടിയാൽ മതി. സ്വത്തുക്കളൊക്കെ വേണേ ചേച്ചിക്ക് എഴുതി കൊടുത്തോട്ടെ, അവരെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളങ്ങ് സൂഹിക്കണ്ട. അവൾക്ക് ഞാനേ 40-45 പവനും 10 ലക്ഷം രൂപയും കൊടുത്താ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിച്ചു വിട്ടത്. ഇത് നിനക്കുള്ള, നിന്റെ അച്ഛനുണ്ടാക്കിയതാ. എല്ലാം അവൾക്ക് കൊണ്ടേ തിന്നാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ മോനുള്ളതാ. അങ്ങനെ ഇനി അവൻ അവൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഗംഗയോട് പറഞ്ഞു, മോളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. ഗംഗ പറഞ്ഞു, സാരമില്ലമ്മ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, ബാ ആഹാരം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ആ പൊന്നുമാണ് ഒന്നും കഴിച്ചിട്ട് പോലില്ല. അവളെയും കൂട്ടിക്കൊണ്ടുപോയി. ആ കൊച്ചിനെങ്കിലും ഇത്തിരി കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. വിനീത് പറഞ്ഞു, സാരമില്ല, അച്ഛനും അമ്മയല്ലേ കൂടെ ഉള്ളത്, എന്തേലും വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജാത പറഞ്ഞു, അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന്. വിനീത് പറഞ്ഞു, അത് ശരിയാ, അതറിയത്തില്ലാത്ത നന്നായി. ഇനി അമ്മ 2 ദിവസത്തോടെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മേനെ കൊന്നിട്ട് അവര് സ്വത്തുക്കൾ വാങ്ങിയിട്ട് പോയേനം. അതിന് ഞാൻ സമ്മതിക്കൂടാ. എന്റെ മോനുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനെ സംഭവിക്കില്ലെന്ന് എനിക്കിപ്പോൾ ഉറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ സദ്യ കഴിപ്പിക്കുവാണ് സുജാത. സുജാതയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, അമ്മേ ഞങ്ങളെന്നാ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുജാത ചോദിച്ചു, എന്നെ ഇട്ടിട്ട് പോവാണോ? വിനീത് പറഞ്ഞു, അവിടെ പോയി അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വരാമേ. കാരണം ഗംഗയുടെ വീട്ടിൽ പോയി പറയണമല്ലോ, ഞങ്ങളുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ അവിടെയല്ലേ, അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മേ ഞങ്ങൾ ഒറ്റയ്ക്കാക്കും തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്കാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുജാത ഗംഗയോട് പറഞ്ഞു, മോളെ ഞാൻ എന്തേലും മോളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പിടിക്കുകയാണ്. നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല അമ്മായി, അമ്മായി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയം സുജാത ഗംഗയെ ചേർത്ത് പിടിച്ച് ഗംഗയുടെ നെറ്റിയിൽ ഉമ്മ വെക്കുവാണ്. നിന്റെ മനസ്സിനെ കാണാനായിട്ട് വൈകിപ്പോയി, എന്റെ മോളെ ഞാൻ വിശ്വസിച്ചു, അതാ ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ ക്ഷമയൊക്കെ പറഞ്ഞു. ഈ സമയത്ത് കാവേരി ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലാണ് വീട്ടിലേക്ക് വന്നത്. കാവേരിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ ശാരദയ്ക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്താടി നിനക്കിത് എന്ത് പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഒരുത്തനുണ്ടല്ലോ ജയബാലൻ, അയാളെ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളെന്നറിയാവോ? രാധമ്മ ചോദിച്ചു, എന്താണ് മോളെ, എന്താ കാര്യം എന്താ? നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച ഭൂമിയുണ്ടല്ലോ, ആ കുറിഞ്ഞിക്കാട്ടുള്ള, അത് ജയബാല സ്വന്തമാക്കി. സ്വന്തമാക്കിന്നോ? അതെ, അതിന്റെ ഭൂമി പൂജ നടക്കാൻ പോവാ. ഭൂമി പൂജ? നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു ശാരദ. അതേമേ. ഇത് കേട്ടപ്പോ രാധമ്മ പറഞ്ഞു, ഒരിക്കലും അവൻ ഗതി പിടിക്കില്ല, ദുഷ്ടനവന്, അവൻ നശിച്ചു പോകത്തോളെന്ന് പറഞ്ഞു. അസുര ജന്മം അവന്. അത് കേട്ട് കഴിഞ്ഞപ്പോ കാവേരി പറഞ്ഞു, അസുര ജന്മം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അച്ഛമ്മേ. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. അയാള് നമ്മുടെ അച്ഛന്റെ പണം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കണം. ആ ഭൂമി പൂജ അത് നടക്കാൻ പാടില്ല, നമ്മൾ എതിർക്കണമെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? നമ്മൾ എതിർക്കേണ്ട കാര്യത്തിന് എതിർക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ അച്ഛന് സമ്പാദിച്ച പണം 1 രൂപ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ സന്നദ്ധയായിരിക്കും. നിങ്ങളിപ്പോൾ ആരൊക്കെ എന്നോടൊപ്പം ചേർന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, എൻ്റെ അച്ഛൻ്റെ അധ്വാനം ഒന്നുപോലും പാഴായി പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, മോളെ ജയപാലിനോട് ഏറ്റുമുട്ടാനും നമുക്ക് പറ്റുമോ? പറ്റണം, അതിനല്ലേ ഞാനുള്ളത്. എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം, അത് മാത്രമല്ല അച്ഛന് അങ്ങലോത്തി എന്നപ്പോൾ ഒരു സ്വസ്ഥത സമാധാനം കാണത്തില്ല. ജയപാൽ എന്ന് പറയുന്ന ആ ദുഷ്ടന്റെ ചതി ഓർത്തിട്ട് അയാൾ എത്ര വലിയ അസുരനാണെങ്കിലും അയാളെ നിഗ്രഹിക്കുക തന്നെ ചെയ്യണം. അതിനുള്ള പണി ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? എനിക്ക് ആ ഭൂമി പൂജ തടഞ്ഞേ മതിയാവുള്ളൂ. എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിന്റെ ഫലം അങ്ങനെ മറ്റൊരാൾ അനുഭവിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാവേരി രണ്ടും കൽപ്പിച്ചിറങ്ങുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.